കണ്ണൂർ മുഴപ്പിലങ്ങാട് ബി.ജെ.പി. പ്രവർത്തകൻ നിളമ്പിലായി സൂരജ് വധക്കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി.എം. മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ ടി.പി. വധക്കേസ് പ്രതി ടി.കെ. രജീഷ് ഉൾപ്പെടെ 8 CPM പ്രവർത്തകർക്ക് ജീവപര്യന്തം. 2 മുതൽ 6 വരെ പ്രതികൾക്കും 7 മുതൽ 9 വരെ പ്രതികൾക്കുമാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 11ാം പ്രതിക്ക് 3 വർഷം തടവ് ശിക്ഷയും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചു. ടി.പി. വധക്കേസ് പ്രതി ടി.കെ. രജീഷ്, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി.എം. മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ, CPM മുൻ ലോക്കൽ സെക്രട്ടറി പ്രഭാകരൻ എന്നിവരുൾപ്പെടെ 8 പേർക്കാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. പ്രതികൾ ജീവപര്യന്തം തടവ് ശിക്ഷയോടൊപ്പം 50,000 രൂപ പിഴയും അടയ്ക്കണം. ടി.കെ. രജീഷ്, N.V. യോഗേഷ്, കെ. ഷംജിത്ത്, മനോരാജ് നാരായണൻ, സജീവൻ എന്നിവരാണ് കൊലപാതക സംഘത്തിലുണ്ടായിരുന്നത്. പ്രഭാകരൻ, K.V. പത്മനാഭൻ, രാധാകൃഷ്ണൻ എന്നിവർ ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. 11ാം പ്രതി പ്രദീപന് 1ാം പ്രതിയെ ഒളിപ്പിച്ച കുറ്റത്തിനാണ് 3 വർഷം കഠിന തടവ് വിധിച്ചത്. വിധി നീതിയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി. പ്രേമരാജൻ. പിഴ സംഖ്യ മരിച്ച സൂരജിൻ്റെ ബന്ധുക്കൾക്ക് നൽകണമെന്നാണ് കോടതി ഉത്തരവായിരിക്കുന്നത്. അത് കൂടാതെ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് ബന്ധപ്പെട്ട മരണപ്പെട്ട സൂരജിന് നഷ്ടപരിഹാരം നൽകാനും കോടതിയുടെ ഉത്തരവിലുണ്ട്. 11ാം പ്രതി പ്രദീപന് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ഇതിലെ 1ാം പ്രതിയെ കുറ്റക്കാരനെന്ന് അറിഞ്ഞിട്ടുകൂടി ഒളിപ്പിച്ചു എന്നാണ്. അദ്ദേഹത്തിന് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. വിധിയിൽ വളരെ സന്തോഷമുണ്ട്. പാർട്ടി വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന വിരോധത്തിൽ സൂരജിനെ CPM ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 2005 ഓഗസ്റ്റ് 7-നായിരുന്നു സംഭവം. ടി.പി. കേസിൽ പിടിയിലായ ടി.കെ. രജീഷ് താനും മനോരാജ് നാരായണനും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കുറ്റസമ്മത മൊഴിപ്രകാരമാണ് കേസിൽ പ്രതികളായത്. കേസിലെ 1ാം പ്രതി P.K. ഷംസുദ്ദീനും 12ാം പ്രതി T.P. രവീന്ദ്രനും നേരത്തെ മരിച്ചു. ജനം, കണ്ണൂർ.